എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ടോപ്പിക്ക് ശുക്രനെ കുറിച്ച് പറയാമെന്ന് വിചാരിക്കുന്നു. വളരെ കുറച്ച് പറയുന്നുള്ളൂ. കാര്യം പഠിപ്പിക്കുമ്പോൾ നമുക്ക് മുമ്പിൽ നമ്മുടെ സ്റ്റുഡൻസ് ഉണ്ടാകുമ്പോൾ നല്ല രീതിയിൽ പറയാൻ പറ്റും. പക്ഷേ ഈ ക്യാമറയ്ക്ക് മുമ്പിൽ ഇരുന്ന് പറയാമെന്ന് പറഞ്ഞാൽ അതൊരു ടഫാണ്. ഒന്നും വരില്ല നമ്മുടെ മനസ്സിലോട്ട്. പഠിപ്പിക്കുന്ന അന്തരീക്ഷം വേറെയാണ്, ക്യാമറയ്ക്ക് മുമ്പിൽ നിന്ന് പറയുന്ന അന്തരീക്ഷവും വേറെയാണ്. അതുകൊണ്ട് തന്നെ പലതും നമ്മൾ മറന്നുപോകും. ഇന്നിപ്പോൾ ശുക്രനെ കുറിച്ച് പറയാൻ കാര്യം, പഠിപ്പിക്കുന്നതിനിടയിൽ ഒരു സുഹൃത്ത് ചോദിക്കുകയുണ്ടായി, ശുക്രൻ മാർസ് കൺജങ്ഷൻ. അപ്പോൾ അത് ആരുടെ ചാർട്ടിൽ കണ്ടാലും പ്രണയം അവർക്ക് പറയാറുണ്ടല്ലോ, അല്ലെങ്കിൽ പ്രണയം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ബന്ധങ്ങളിൽ അവർ ചെന്നപ്പെടുന്നതിനെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി. അപ്പം അത് കണ്ടപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയണമെന്ന് തോന്നി, അതുകൊണ്ട് പറയുകയാണ്. ആദ്യം നമ്മൾ ശുക്രൻ എന്താണെന്ന് മനസ്സിലാക്കണം. നമുക്കറിയാം, ഇപ്പോൾ ഒരു നമ്മുടെ ദശാസിസ്റ്റത്തിലൊക്കെ ആദ്യം പറഞ്ഞു തുടങ്ങുന്നത് കേതുർദശയാണ് ആണല്ലോ. അപ്പം കേതുർദശ കഴിഞ്ഞ് വന്നിട്ടാണ് ശുക്രൻ്റെ ദശ വരുന്നത്. അപ്പോൾ എന്തുകൊണ്ട് കേതുർദശ ആദ്യം വരുന്നു? നമുക്കറിയാം, പ്രപഞ്ചം ഉണ്ടായത് ഒന്നുമില്ലായ്മയിൽ നിന്നാണ്, ശൂന്യതയിൽ നിന്നാണ്. ആ ശൂന്യതയെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഈ കേതുവാണ്. ഇപ്പം ഗർഭപാത്രം എന്ന് പറയുന്നത് എന്താ? ഗർഭപാത്രം എന്ന് പറഞ്ഞാൽ ആ ബോംബെന്ന് പറയുന്നത് അതൊരു ശൂന്യതയാണ്. ആ ശൂന്യത അതെപ്പോഴാണ് അവിടെ ഒരു ജീവൻ ഉണ്ടാകുന്നത്, ലൈഫ് ഉണ്ടാകുന്നത്? അവിടെ ഒരു ബീജം പ്രവേശിക്കുമ്പോഴാണ്. ഈ ബീജം എന്ന് പറയുന്നത് എന്താ? ബീജം എന്ന് പറയുന്നത് ശുക്രനാണ്. അപ്പം ആദ്യം കേതുവിൻ്റെ ദശ, അതായത് ഒന്നുമില്ലായ്മ. പിന്നെയാണ് ശുക്രൻ്റെ ദശ വരുന്നത്, അതായത് ബീജം വരുന്നത്. അപ്പോഴാണ് അവിടെ ലൈഫ് ഉണ്ടാകുന്നത്. അങ്ങനെയാണ് ശുക്രൻ രണ്ടാമതായിട്ട് വരുന്നത്. അപ്പോൾ ശുക്രന് അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പം നമ്മുടെ പ്രശ്നം ശുക്രൻ മാർസ് യുതിയാണ്. ഈ ശുക്രൻ എന്ന് പറഞ്ഞാൽ ബ്യൂട്ടി, നമുക്കറിയില്ല, ബ്യൂട്ടി സൗന്ദര്യമാണ്. മാർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേഹകാരകനാണ്, ദേഹമാണ്. അപ്പം ശുക്രൻ മാർസ് എന്ന് പറയുമ്പം ദേഹം പ്ലസ് സൗന്ദര്യം പ്ലസ് ദേഹം, അങ്ങനെയായി ശുക്രൻ മാർസ് എന്ന് പറയുമ്പോൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരാൾക്ക് സൗന്ദര്യം ഉണ്ടാവുക എന്നുള്ളത് അയാളുടെ തെറ്റല്ലല്ലോ. അപ്പം അത്തരം സൗന്ദര്യമുള്ള ആളുകൾക്ക് ഒരു പ്രത്യേക ഓറ ഉണ്ടാവും. അപ്പം മറ്റുള്ളവർ അവർ ഇടപെടുമ്പോൾ, അവർ വരുമ്പോൾ അവരിലേക്ക് പെട്ടെന്ന് ആകർഷിക്കപ്പെടും. അത് അവരുടെ തെറ്റല്ല. കാര്യം അവർ ബേസിക്കലി ഇൻബിൽട്ടായിട്ട് അങ്ങനെയാണ് അവർ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. മറ്റുള്ളവർ വളരെ പെട്ടെന്ന് ആകർഷിക്കപ്പെടുന്ന ഒരു ഓറ അവർക്കുണ്ടാകും. ഇത് ഈ ശുക്രൻ മാർസ് കോമ്പിനേഷനുള്ളവർക്ക് സ്വാഭാവികമായിട്ടും ആളുകൾ അവരോട് അടുപ്പം കാണിക്കും. അപ്പോൾ ചിലപ്പോൾ പ്രണയത്തിനൊക്കെ സാധ്യതയുണ്ട്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ശുക്രൻ എന്ന് പറഞ്ഞാൽ സീഡ്, അതായത് വിത്ത്, ബീജം റെപ്രസെൻ്റ് ചെയ്യുന്ന ശുക്രനാണല്ലോ. മാർസ് എന്ന് പറഞ്ഞാൽ ലാൻഡ്, ഭൂമി. നമ്മൾ ഭൂമിയെ സ്ത്രീയായിട്ടാണ് പറയാറ്, ഭൂമി ദേവിയായിട്ടാണ് പറയാറ്. അപ്പോൾ വിത്ത്, ഭൂമി, ഇത് തമ്മിലുള്ള ബന്ധം നമുക്കറിയാമല്ലോ. അപ്പം ഈ ശുക്രൻ, വിത്താവുന്ന ശുക്രനും ഭൂമിയാവുന്ന മാർസും, ഇത് രണ്ടും ഒരുമിച്ച് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു ഫെർട്ടൈൽ ലാൻഡാണെന്നാണ് പറയുക. അതായത് പ്രത്യുൽപാദന ക്ഷമതയുള്ള ക്ഷേത്രമാണത്. അപ്പം അത്തരം ഒരു കോമ്പിനേഷൻ സ്ത്രീയിലോ പുരുഷരിലോ ആയിക്കോട്ടെ, അവർക്ക് പ്രത്യുൽപാദന ക്ഷമത കൂടും. അപ്പം അതും ഇതിനൊരു കാരണമാണ്. പ്രകൃതിയെ സംബന്ധിച്ചിടത്തോളം പ്രത്യുൽപാദനം നടക്കുക എന്നുള്ളതേ ഉള്ളൂ, വർദ്ധിക്കുക എന്നുള്ളതാണ് പ്രകൃതിയുടെ ബേസിക് റൂള്. സൃഷ്ടി ഉണ്ടാവുക, സൃഷ്ടി വർദ്ധിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കോമ്പിനേഷൻ ഉള്ളവരിൽ ഫെർട്ടിലിറ്റി കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെയും പറയാറുണ്ട്. പിന്നെ ശുക്രൻ എന്ന് പറഞ്ഞാൽ ഹോർമോണുകളെല്ലാം റെപ്രസെൻ്റ് ചെയ്യുന്നത് ശുക്രനാണ്. അതേപോലെ തന്നെ ഊർജം എന്ന് പറയുന്ന റെപ്രസെൻ്റ് ചെയ്യുന്നത് ആരാണ്? മാഴ്സാണ്. അപ്പോൾ ഹോർമോണുകളുടെ ഒരു എന്താ പറയുക, ഒരു ചാഞ്ചാട്ടം അല്ലെങ്കിൽ ഒരു എനർജി കൂടുതലായിരിക്കും ഇത്തരം ആളുകളിൽ. അപ്പം അതുകൊണ്ടും ഇവർ ഈ പറയുന്ന പ്രണയത്തിലോട്ടും സ്നേഹത്തിലോട്ടും ഒക്കെ വളരെ പെട്ടെന്ന് വീഴുന്നതായിട്ട് പറയാറുണ്ട്, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ അതൊരു ഭാഗമാവുമെന്ന് പറയാറുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ശുക്രനും മാർസും തമ്മിൽ ഒരുമിച്ച് വരുമ്പോഴുള്ള പ്രത്യേകതകൾ. പക്ഷേ ഇതിൽ ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യമുണ്ട്. എന്താണെന്നറിയുമോ? ശുക്രനും ചൊവ്വയും ഒരുമിച്ച് വന്നു, ശരി. ഈ ശുക്രൻ ഉച്ചത്തിലാണെന്ന് വിചാരിക്കുക, അതായത് ചൊവ്വയേക്കാൾ ഉച്ചത്തിലാണ് ശുക്രൻ. ഈ ശുക്രൻ ചൊവ്വയ്ക്ക് ഒരു വ്യാഴത്തിൻ്റെ ഒരു ആസ്പെക്റ്റ് ഉണ്ടെന്ന് വിചാരിക്കാം, ദൃഷ്ടി ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ എന്ത് സംഭവിക്കും? ബേസിക്കലി ശുക്രനല്ല പ്രശ്നക്കാരൻ, ചൊവ്വയാണ് പ്രശ്നക്കാരൻ. ചൊവ്വയാണ് ദേഹത്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ദേഹത്തിൻ്റെ ഡിസയറുകളാണ് പലപ്പോഴും പ്രശ്നത്തിലോട്ട് വരുന്നത്. ശുക്രൻ ബേസിക്കലി ഒരു പ്രശ്നക്കാരനാണെന്ന് ഞാൻ പറയില്ല.
കാര്യം ശുക്രൻ എവിടെയാണ് എക്സോൾട്ടഡ് ആവുന്നത്? ശുക്രൻ എക്സോൾട്ടഡ് ആവുന്നത് മീനൻ രാശിയിലാണ്. അതായത് ജൂപ്പിറ്ററിൻ്റെ വ്യാഴത്തിൻ്റെ രാശിയിലാണ് ശുക്രൻ എക്സോൾട്ടഡ് ആവുന്നത്. അതായത് കാലപുരുഷൻ്റെ 12ാം ഭാവം. 12ാം ഭാവം എന്ന് പറഞ്ഞാൽ മോക്ഷത്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ്. മോക്ഷത്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന 12ാം ഭാവത്തിൽ എക്സോൾട്ടഡ് ആവുന്ന പ്ലാനറ്റ് ശുക്രനാണ്. വേറെ ഏതൊക്കെ പ്ലാനറ്റ് കൊടുക്കാമായിരുന്നു, അല്ലെങ്കിൽ ശുക്രന് വേറെ എവിടെയൊക്കെ എക്സോൾട്ടഡ് ആവുമായിരുന്നു? 7ാം ഭാവത്തിൽ ഇപ്പോൾ എക്സോൾട്ടഡ് ആവുമായിരുന്നു, പക്ഷേ 7ാം ഭാവത്തിൽ എക്സോൾട്ടഡ് ആവുന്നില്ല. 12ൽ മുക്തിയുടെ രാശിയിലാണ് എക്സോൾട്ടഡ് ആവുന്നത് ശുക്രൻ. അതുകൊണ്ട് ശുക്രന് മോക്ഷം തരാൻ കഴിവുള്ളൊരു പ്ലാനറ്റാണ് ശുക്രൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് ശുക്രൻ ഒരു മോശക്കാരനല്ല. അപ്പം ചൊവ്വയുമായിട്ടുള്ള ചേർച്ചയാണ് പലപ്പോഴും ദേഹത്തിൻ്റെ ആസക്തിയിലോട്ട് ശുക്രനെ പിടിച്ച് വയ്ക്കുന്നത്. ദേഹാസക്തി എന്ന് പറയുന്നത് ചൊവ്വയുമായിട്ടുള്ള കോമ്പിനേഷനിലാണ് വരുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ശുക്രനാണ് ഉച്ചത്തിലെങ്കിൽ ഈ പ്രശ്നം അത്ര ബാധിക്കില്ല. അതേസമയം ജൂപ്പിറ്ററിൻ്റെ ആസ്പെക്റ്റും കൂടി ഉണ്ടെന്ന് വിചാരിക്കാം. റിസൾട്ട് തീർത്തും നമ്മൾ വിചാരിക്കാത്ത റിസൾട്ടാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇതൊരു യോഗിക് കോമ്പിനേഷനായിട്ട് മാറും, അല്ലെങ്കിൽ ഒരു താന്ത്രിക് കോമ്പിനേഷനായിട്ട് മാറും. താന്ത്രിക് കോമ്പിനേഷൻ എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ നല്ലത്. കാര്യം ചില താന്ത്രിക് പ്രാക്ടീസുകളിൽ നമുക്കറിയാം അവിടെ ചെയ്യുന്നത് രേതസിനെ ഓജസ്സാക്കി മാറ്റുകയാണ്. അതായത് സാധാരണഗതിയിൽ നമ്മൾ കുണ്ടലിനി ശക്തി ഉണർന്നു കഴിയുമ്പോൾ അത് താഴത്തെ ചക്രത്തിൽ നിന്ന് ഉണർന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ 3ാമത്തെ ചക്രം ഒന്നും ഭേദിച്ച് പോവില്ല. അതിനു മുമ്പ് തന്നെ ആ ഊർജം എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ താഴെ ചക്രങ്ങളിൽ നിന്ന് തന്നെ അത് പുറത്തോട്ട് വിസർജിച്ച് പോകും, ഉയർന്ന തലങ്ങളിലേക്ക് പോവില്ല. അത് താൽക്കാലികമായിട്ട് കുണ്ടലിനിയുടെ ശക്തി താഴത്തെ ചക്രങ്ങളിൽ നിന്ന് ഉയർന്ന ചക്രങ്ങളിലോട്ട് ഉയർന്നു വന്നാലും, അതായത് ഗ്രാജുവലി അല്ല, പെട്ടെന്നുള്ള ഒരു ഭാവാവേശം കൊണ്ട് ഉയർന്നാലും അത് അതേപടി തന്നെ മൂലാധാരത്തിലോട്ട് തന്നെ പോയി ഇടിക്കും. അതിന്ന് പിന്നെ അതിന് പരമാവധി പൊങ്ങാൻ കഴിയുന്നത് തൊട്ടടുത്ത 2 ചക്രങ്ങളിലോട്ടാണ്. പിന്നെ അതെന്ത് പറ്റും? അത് ലൈംഗിക ഊർജ്ജമായി വിസർജിച്ച് പോവുകയാണ് പതിവ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ ഒരു കോമ്പിനേഷനിൽ, അതായത് ശുക്രൻ ഉച്ചത്തിലും അതിൻ്റെ ഒപ്പം തന്നെ മാർസ് ഉണ്ടെന്ന് വിചാരിക്കാം, അവിടെ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ അവിടെ ഈ രേതസ് ഈ ലൈംഗികോർജ്ജമായിട്ട് വിസർജിച്ച് പോവില്ല, പകരം അത് ഓജസ്സായിട്ട് മാറും. അതായത് ഈ രേതസ് നേരെ പോകുന്നത് ഉയർന്ന ചക്രങ്ങളിലോട്ടാണ്. അത് സഹസ്രാരം വരെ എത്തും. അത് മസ്തിഷ്കത്തിൽ ഓജസ്സായിട്ട് മാറും. ഇതിനാണ് പണ്ടുള്ള ആളുകൾ സെലിബസി അല്ലെങ്കിൽ ബ്രഹ്മചര്യം പ്രാക്ടീസ് ചെയ്യുന്നത്. അവിടെ അവർ ബ്രഹ്മചര്യം പ്രാക്ടീസ് ചെയ്യുമ്പോൾ അവർ ചൊവ്വേനെ, ദേഹകാരകനെയാണ് അവർ കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ദേഹം എപ്പോഴാണ് അവർ കൺട്രോൾ ചെയ്യുന്നത്, ദേഹത്തിൻ്റെ ആസക്തി എപ്പോൾ കൺട്രോൾ ചെയ്യുന്നു, അപ്പോൾ ഈ ഭോഗം എന്ന് നമ്മൾ പറഞ്ഞ് മാറ്റി നിർത്തുന്നത് ശുക്രൻ അതിൻ്റെ ഭോഗ സ്വഭാവത്തിൽ നിന്ന് മാറും, അതിൻ്റെ മോക്ഷ സ്വഭാവത്തിലോട്ട് മാറും. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ രേതസ് ഓജസ്സായിട്ട് മാറും. അപ്പോൾ ഇവരുടെ കാര്യക്ഷമത, ഇവരുടെ ബുദ്ധിശക്തി, ഇതെല്ലാം വേറൊരു തലത്തിലോട്ട് ഉയർന്നു മാറും. അതുകൊണ്ടാണ് ഈ സന്യാസികളൊക്കെ ബ്രഹ്മചര്യം ശീലിക്കുന്നത്. ബ്രഹ്മചര്യം, ബുദ്ധി തെളിയാൻ ബ്രഹ്മചര്യം അത്യാവശ്യമാണെന്ന് പറയും. പണ്ടൊക്കെ ഈ ഗുരുകുലത്തിലെ വിദ്യാഭ്യാസത്തിന് പോയി കഴിഞ്ഞാൽ 12 കൊല്ലം ബ്രഹ്മചര്യം അനുഷ്ഠിക്കും അവർ. അത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ബുദ്ധി തീക്ഷ്ണമാകാൻ വേണ്ടിയാണ്. നമ്മുടെ ഊർജ്ജം, നമുക്ക് ആകെ ഒരു ശക്തിയുള്ളൂ. ആ ഒരു ശക്തിയെ അതിനെ ഓജസ്സാക്കി മാറ്റി ബുദ്ധിക്ഷമത കൂട്ടുക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേക സംഭവം, ഒരു കോമ്പിനേഷൻ കൂടിയാണ് ഇത്. പക്ഷെ ഇതാരും ശ്രദ്ധിക്കാറില്ല. ആളുകൾക്ക് പൊതുവെ അറിയാവുന്നത് ചൊവ്വയുടെയും ശുക്രൻ്റെയും യുതി ഉണ്ടെങ്കിൽ അത് അവർ ഭോഗകാര്യങ്ങളിലാണ് താല്പര്യം ആണെന്നാണ്. അതേസമയം ഈ പറയുന്ന പോലെ ശുക്രൻ റെപ്രസെൻറ്റ് ചെയ്യുന്ന രേതസ് അഗ്നിയെ റെപ്രസെൻ്റ് ചെയ്യുന്നത് നമുക്കറിയാം ചൊവ്വയാണ്. ഈ അഗ്നിയിൽ സ്ഫുടം ചെയ്ത് ആ രേതസ് താഴ്ന്ന ചക്രങ്ങളിൽ നിന്നും ബഹിർഗമിച്ച് പോകാതെ അത് ഉന്നത ചക്രങ്ങളിൽ കൂടി പോയി അത് ഓജസ്സായി മാറി ബുദ്ധിയും സിദ്ധിയും എല്ലാം നൽകുന്നുള്ള കാര്യം പലർക്കും അറിയില്ല. അതിവിടെ പറഞ്ഞു എന്ന് മാത്രം. പിന്നെ ശുക്രനെ കുറിച്ച് പറയാനാണെങ്കിൽ ശുക്രൻ പൊതുവെ ധനം കൊണ്ട് തരുന്ന ഒരു പ്ലാനറ്റാണെന്ന് നമുക്കറിയാം. ശുക്രൻ ഏത് ഭാവത്തിൽ നിന്നാലും ആ ഭാവമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്താൽ അത് നമ്മുടെ ജീവിതത്തിൽ ധനം കൊണ്ടുവന്ന് തരും. അല്ലെങ്കിൽ ചെയ്യേണ്ടത് ശുക്രനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന പ്ലാനറ്റ് നോക്കുക. ശുക്രൻ ഏത് പ്ലാനറ്റിനൊപ്പമാണ് നിൽക്കുന്നത് ആ പ്ലാനറ്റിന് അനുസൃതമായ കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. അതായത് ശുക്രൻ ഇപ്പോൾ വ്യാഴത്തിനോടൊപ്പമാണെങ്കിൽ വ്യാഴത്തിൻ്റെ സ്വഭാവമുള്ള കാര്യങ്ങൾ ചെയ്യുക. അപ്പം ശുക്രൻ ആക്ടിവേറ്റ് ആവും. ശുക്രൻ ഇപ്പോൾ രാഹുവിൻ്റെ കൂടെയാണെങ്കിൽ, ശുക്രൻ രാഹു കോമ്പിനേഷൻ ഇതേപോലെ ഒരു ചീത്ത പേര് കേൾക്കുന്ന കോമ്പിനേഷനാണ്. കാര്യം ശുക്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഭോഗം, രാഹു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺകൺവെൻഷനലാണ്.
അപ്പം ഈ അൺകൺവെൻഷണൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പുകളിലൊക്കെ പോകുന്നത് ശുക്രൻ രാഹു കോമ്പിനേഷൻ ആണെന്ന് പറയും. ഞാനിപ്പോൾ അതിനെക്കുറിച്ചല്ല പറയുന്നത്. ശുക്രൻ രാഹു ആണെങ്കിൽ ശുക്രൻ ധനം കൊണ്ടുവന്ന് തരണമെങ്കിൽ രാഹുവിൻ്റെ ട്രേഡ്സ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഇമ്പോർട്ട് എക്സ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ആയിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ ടെക്നിക്കലായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ ഒരുപാട് ദൂരെ താമസിച്ച് ചെയ്യുക. അങ്ങനെ രാഹുവിൻ്റെ സ്വഭാവം എന്താണ് അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യുക. ശുക്രൻ കേതുവാണെങ്കിൽ ധനത്തിന് വേണ്ടി ഒന്നും പ്രത്യേകിച്ച് പ്രയത്നിക്കാതിരിക്കുക, അതായത് ധനം ആർജിക്കണം എന്നുള്ള തോട്ട് ഉണ്ടാവാതിരിക്കുക എന്നുള്ളതാണ്. പിന്നെ ശുക്രൻ്റെ ഒപ്പം ഏത് പ്ലാനറ്റ് നിൽക്കുന്നു ആ പ്ലാനറ്റിൻ്റെ സ്വഭാവം സ്വീകരിക്കുക. കേതുവാണെങ്കിലോ എല്ലാം ലെറ്റ് ഗോ പ്രിൻസിപ്പിളിൽ ചെയ്യുക. നിങ്ങൾ എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എപ്പോൾ നിങ്ങൾ വിട്ടു തുടങ്ങുന്നു അതിന് എന്താ പറയുക, അതിനെ നിർമ്മലമായ മനസ്സോടുകൂടി കൊണ്ടുപോയിക്കോളൂ എന്ന് എപ്പോൾ പറയുന്നു അത് അതിൻ്റെ ഇരട്ടിയായിട്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരും. ഈ വീനസ് കേതു കോമ്പിനേഷൻ എന്ന് പറഞ്ഞാലേ അവർക്ക് യോഗികളുടെ ധനം പോലെയാണെന്ന് പറയാറ്. അതായത് അക്ഷയപാത്രം പോലെ, അതായത് കാണുമ്പോൾ ഒന്നും ഉണ്ടാവില്ല. വീനസും കേതുവാണല്ലോ, കേതു ഒന്നും ഇല്ലായ്മയാണല്ലോ. പക്ഷേ അതിൽ നിന്ന് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എപ്പോഴും ധനം വരും. അതായത് ആവശ്യമുള്ളപ്പോൾ ഇവർക്ക് ധനം ഉണ്ടാകും, ധനത്തിന് ഒരിക്കലും മുട്ടുണ്ടാവില്ല. ഏത് വീനസ് കേതു ആണെങ്കിൽ. വീനസ് രാഹുവാണെങ്കിൽ അങ്ങനെയല്ല, ഇവർക്ക് ഒരുപാട് ധനം വരികയും ചെയ്യും, വന്ന പോലെ ചിലപ്പോൾ പോവുകയും ചെയ്യും. അത് മാത്രമല്ല ഇവർ നാട്ടുകാരെ കാണിച്ചുകൊണ്ട് നടക്കുകയും ചെയ്യും, എനിക്ക് ഇത്ര ധനമുണ്ട്. പക്ഷേ ഏത് നിമിഷവും നഷ്ടപ്പെടാം. അതാണ് വീനസ് രാഹുവിൻ്റെ പ്രത്യേകത. പിന്നെ വീനസിൻ്റെ ഒരു പ്രത്യേകതയും കൂടി പറയാം. വീനസ് എന്ന് പറഞ്ഞാൽ ശുക്രാചാര്യനാണ്. ഭൃഗുവിൻ്റെ വംശാവലിയിലാണ് ആര് വരുന്നത്, ഈ വീനസ് വരുന്നത്. അപ്പോൾ ഒരാൾ ജ്യോതിഷം പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾക്ക് നല്ല ജ്യോതിഷിയാവാൻ ഈ ശുക്രൻ സഹായിക്കാതിരിക്കില്ല. കാര്യം ഭൃഗുനാടി എന്ന് പറയുന്നത് സിസ്റ്റം മൊത്തം ഭൃഗു മഹർഷിയുടെ ലീനിയേജിൽ നിന്ന് വന്നിട്ടുള്ള സാധനമാണ്. അപ്പം അത് വളരെ അതായത് പരാശര ഹോര പോലെ തന്നെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ജ്യോതിഷത്തിൻ്റെ ഒരു വിഭാഗമാണ് ഭൃഗു സിസ്റ്റം. അപ്പം അത് ശുക്രനാണ് അതിൻ്റെ ആൾ മുഴുവൻ. അപ്പം ശുക്രനെ നല്ല രീതിയിൽ നിൽക്കുന്ന ഒരാൾക്ക് ഭൃഗുനാടി പ്രാക്ടീസ് ചെയ്യാം. അതുകൊണ്ട് ശുക്രൻ ജ്യോതിഷത്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. പിന്നെ ശുക്രൻ നമുക്കറിയാലോ, ഈ ശിവൻ്റെ ശരീരത്തിലോടുകൂടെ 14 ലോകങ്ങളും സഞ്ചരിച്ച് മോക്ഷത്തിലോട്ട് വന്ന ഒരാൾ ശുക്രൻ മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ് ശുക്രൻ്റെ കഥ. ശുക്രനെ ഈ അസുരന്മാർക്ക് ജീവൻ കൊടുക്കുമ്പോൾ ശുക്രനെ ശിവൻ എടുത്ത് വിഴുങ്ങുകയാണ്. അങ്ങനെ ശിവൻ്റെ ശരീരത്തിൽ 14 ലോകങ്ങളും ശുക്രൻ സഞ്ചരിക്കും. അവസാനം ശുക്രൻ ശിവൻ്റെ ശുക്ലത്തിലൂടെയാണ് പുറത്തു വരുന്നത്. അതുകൊണ്ടാണ് ശുക്ലം റെപ്രസെൻ്റ് ചെയ്യുന്നത് ശുക്രനെ കൊണ്ടായത്. അപ്പോൾ അങ്ങനെ ആരാണ് ശിവൻ്റെ ശരീരത്തിലൂടെ 14 ലോകങ്ങൾ സന്ദർശിച്ചിട്ടുള്ളത്? ശുക്രനാണ്. അതുകൊണ്ടാണ് ഈ 12ാം ഭാവം എന്ന് പറഞ്ഞാൽ ഫോറിൻ ലാൻഡും കൂടിയാണ്. അതുകൊണ്ടും കൂടിയാണ് ശുക്രൻ അവിടെ എക്സോൾട്ടഡ് ആവുന്നത്. അപ്പോൾ ശുക്രന് അങ്ങനെ അതായത് മോക്ഷവും ഭോഗവും തരാനുള്ള കഴിവുണ്ടെന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. പിന്നെ ശുക്രൻ മൃതസഞ്ജീവനി കണ്ടുപിടിച്ചത് ശുക്രനാണ്. അപ്പം നിങ്ങളുടെ ചാർട്ടിൽ ശുക്രൻ നല്ല രീതിയിൽ വെൽ പൊസിഷൻഡ് ആണെങ്കിൽ സ്വാഭാവികമായിട്ട് കൈപ്പുണ്യം എന്ന് പറഞ്ഞൊരു ഗുണം നിങ്ങൾക്കുണ്ടാവും. നിങ്ങളൊരു വൈദ്യരോ ഡോക്ടറോ ഒക്കെ ആണെങ്കിൽ നിങ്ങൾ മരുന്ന് ചുമ്മാ കൊടുത്താൽ മതി, അവർക്കത് ഫലിക്കും. കാര്യം ഈ മൃതസഞ്ജീവനി എന്ന് പറയുന്ന മന്ത്രം കണ്ടുപിടിച്ചത് ശുക്രനാണല്ലോ. അതുകൊണ്ട് തന്നെ ഇവർക്ക് സ്വാഭാവികമായിട്ട് ഒരു വൈദ്യന്മാരുടെ ഒരു കഴിവ് അവർക്കുണ്ട്, അത് മൃതസഞ്ജീവനി കണ്ടുപിടിച്ചുകൊണ്ട് തന്നെ. പിന്നെ ഇവരുടെ ഒരു പ്രത്യേകത, ഒരു മൃതസഞ്ജീവനി യോഗം എന്ന് പറഞ്ഞൊരു യോഗമുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശുക്രനും കേതുവും ജൂപ്പിറ്ററും നിങ്ങളുടെ ഹൊറോസ്കോപ്പിൽ ഒരുമിച്ച് വരിക, അല്ലെങ്കിൽ 159 വരിക, അല്ലെങ്കിൽ ഈ ശുക്രനും കേതുവും കൂടി വ്യാഴത്തിൻ്റെ വീട്ടിൽ പോയി ഇരിക്കുക, ഇങ്ങനെയൊക്കെ വരികയാണെങ്കിൽ അതെന്ത് യോഗമാണെന്നറിയുമോ? അത് ഒരു മൃതസഞ്ജീവനി യോഗമാണ്. കാര്യം കേതു എന്ന് പറഞ്ഞാൽ ഹീലിങ്ങിൻ്റെ പ്ലാനറ്റാണെന്ന് നമുക്കറിയാം. ശുക്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൃതസഞ്ജീവനിയാണെന്ന് അറിയാം. വ്യാഴത്തിനെ കുറിച്ച് പിന്നെ അറിയാമല്ലോ, എല്ലാവർക്കും അറിയാം. ദൈവാധീനം എന്ന് പറയുന്ന വ്യാഴമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു കോമ്പിനേഷൻ വരികയാണെങ്കിൽ നോക്കുക, അവരെന്തെങ്കിലും കൈകൊണ്ട് എന്തെങ്കിലും ചെയ്താലേ, എന്തെങ്കിലും എടുത്ത് കൊടുത്ത് മരുന്ന് പോലെ കൊടുത്താലും മതി, പച്ചവെള്ളം കൊടുത്താൽ പോലും അത് ഉപയോഗിക്കുന്നവർക്ക് ഫലിക്കും. അതൊരു മൃതസഞ്ജീവനി യോഗമാണ്. പിന്നെ ശുക്രനെ കുറിച്ച് പറയാനുള്ളത്, ഇപ്പം പുരുഷന്മാരുടെ ചാർട്ടിലാണെങ്കിൽ ശുക്രൻ 7 നിൽക്കുന്നത് നല്ലതല്ല എന്ന് പറയും. കാര്യം ശുക്രൻ 7 നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ സുന്ദരിയായ ഭാര്യനെ കിട്ടുകയും വഴക്കുണ്ടാവുകയും ചെയ്യാമെന്നാണ് പറയാറ്. അതിന് ലാൽ കിതാബിലൊരു പരിഹാരം പറയാറുണ്ട്. അതായത് ശുക്രൻ 7 നിങ്ങൾ സുന്ദരിയായ, അതെന്ന് വെച്ചാൽ സുന്ദരി എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ സുന്ദരി എന്ന് ഉദ്ദേശിക്കുന്നത് എനിക്ക് തോന്നുന്നു വെളുത്ത നിറമുള്ള സ്ത്രീകൾ എന്നുള്ള അർത്ഥത്തിലാണെന്ന് തോന്നുന്നു. അപ്പം അങ്ങനെയുള്ള ആളുകൾ വിവാഹം കഴിക്കാതിരിക്കുക, പകരം കുറച്ച് അധികം ഭംഗി തോന്നാത്ത സ്ത്രീകൾ വിവാഹം കഴിക്കുക എന്ന് പറയും. ശുക്രൻ ആണുങ്ങളുടെ ചാർട്ടിൽ 7 നിൽക്കുകയാണെങ്കിൽ. കാര്യം സുന്ദരിയായ ഭാര്യനെ കിട്ടുകയും ഭാര്യനെ കൊണ്ട് സ്വസ്ഥത ഉണ്ടാവാതിരിക്കുകയും ചെയ്യുക എന്നാണ് അങ്ങനെ പറയുന്നത്. ഇത് പറയുന്നതാണ്, ഞാൻ പറയുന്നതല്ല കേട്ടോ.
പിന്നെ ശുക്രൻ ഇപ്പോൾ 7 നിൽക്കുകയാണ്. ശുക്രൻ ഇപ്പോൾ രാഹുവിൻ്റെ ഒപ്പമാണ് നിൽക്കുന്നതെങ്കിൽ പലപ്പോഴും ഈ ചാർട്ടിൽ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് രാഹു എന്ന് പറഞ്ഞാൽ അൺകൺവെൻഷണലാണ്. അപ്പോൾ അൺകൺവെൻഷണലായിട്ടുള്ള ബന്ധങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇങ്ങനെയുള്ള ആളുകൾ പൊതുവേ ആ ഒരു റിലീജിയസ് രീതിയിൽ നിന്ന് മാറിയുള്ള, അതായത് ഇപ്പോൾ പ്രണയവിവാഹം അല്ലെങ്കിൽ മറ്റ് കാസ്റ്റിലോ മതത്തിലോ പെട്ട ഒരു വിവാഹം കഴിക്കുന്നതൊക്കെയാണ് നല്ലത്. കാര്യം ലൈഫ് നോർമലായിട്ട് പോകും. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അൺകൺവെൻഷണൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പുകളിൽ പെടാൻ സാധ്യതയുണ്ട്, എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സ് എന്നൊക്കെ പറയുന്ന പോലെ. അതിനൊരു പ്രതിവിധിയായിട്ട് റെമഡി ആയിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശുക്രൻ്റെ ഒപ്പം ഏത് പ്ലാനറ്റാന്ന് നോക്കുക. രാഹു ആണോ, അല്ലെങ്കിൽ കേതുവാണോ, അല്ലെങ്കിൽ ശനിയാണോ, ആ പ്ലാനറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന രീതിയിലുള്ള ആളുകൾ വിവാഹം കഴിക്കുക എന്നുള്ളതാണ്. അപ്പം ശുക്രൻ സാറ്റേൺ ആണെങ്കിൽ, സാറ്റേൺ നമുക്കൊരു അറിയാം കുറച്ച് ഡാർക്കായിട്ടുള്ളൊരു പ്ലാനറ്റാണ്. അപ്പം അത്തരം ആളുകളെ വിവാഹം കഴിക്കുക. അല്ലെങ്കിൽ രാഹു ആണെങ്കിൽ കുറച്ച് റെഡിഷ് ആയിട്ടുള്ള പ്ലാനറ്റാണ്. അപ്പം കുറച്ച് റെഡിഷ് ആയിട്ടുള്ള ആളുകളാണ്, വളരെ വളരെ ഫെയർ അല്ലാത്ത ആളുകളാണ് വിവാഹം കഴിക്കുക. ഇതിൽ അൽക്കിതാബി പറയുന്നതാണ്, ഞാൻ പറയുന്നതല്ല. അപ്പോൾ ജനറലി ഇതൊക്കെയാണ് ശുക്രനെ കൊണ്ട് പറയാനുള്ളത്. അപ്പം ജനറലി ആ ഒരു മിസ്കൺസെപ്ഷൻ, അതായത് ശുക്രൻ എന്ന് പറഞ്ഞാൽ വെറും ഭോഗകാരകൻ മാത്രമാണെന്നുള്ള കൺസെപ്റ്റ് മാറ്റണം. ശുക്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ വേണമെങ്കിൽ നിങ്ങൾക്ക് മോക്ഷം വരെ തരാൻ കരുത്തുള്ള ഒരു പ്ലാനറ്റാണ്. ശുക്രൻ 12-ൽ നിൽക്കുന്നത് ധനം ചിലവാക്കാൻ വേണ്ടിയാണ്. ചിലവാക്കുക എന്ന് പറഞ്ഞാൽ ആർഭാടങ്ങൾക്ക് വേണ്ടി മാത്രം ചിലവാക്കുക എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. നല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയും. കാര്യം 12th ഹൗസ് എന്ന് പറയുന്ന ചാരിറ്റിയും കൂടിയാണ്. അപ്പോൾ ധനം ഉണ്ടെങ്കിൽ ധനം നമുക്ക് കൊടുക്കാൻ പറ്റും. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇപ്പം വലിയ വലിയ സ്ഥാപനങ്ങളിലായിക്കോട്ടെ, ആശ്രമങ്ങളിലായിക്കോട്ടെ, അമ്പലങ്ങളിലായിക്കോട്ടെ, അല്ലെങ്കിൽ ഈ അനാഥാലയങ്ങളിലായിക്കോട്ടെ, ഏറ്റവും കൂടുതൽ പണം നൽകുന്നത് പണമുള്ളവനാണ്, പണമില്ലാത്തവനല്ല പണം ദാനം ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ദാനം ചെയ്യണമെങ്കിൽ, ചാരിറ്റി ചെയ്യണമെങ്കിൽ എന്ത് ഉണ്ടാവണം കയ്യിൽ? പണം വേണം. പണം റെപ്രസെൻ്റ് ചെയ്യുന്നത് ശുക്രനെയാണ്. അതുകൊണ്ടും കൂടിയാണ് ശുക്രനെ നമ്മൾ എന്ത് പറയുന്നത്, നമ്മൾ 12th എക്സോൾട്ടഡ് ആയിട്ട് പറയുന്നത്. പിന്നെ ഒരു കാര്യം, നമ്മുടെ കാലപുരുഷൻ്റെ ചാർട്ടിൽ 2-ാം ഭാവവും 7-ാം ഭാവവും റെപ്രസെൻ്റ് ചെയ്യുന്നത് ശുക്രൻ്റെ ഹൗസുകളാണ്. ഈ 2-ാം ഭാവത്തിനെ 7-ാം ഭാവത്തിനെ നമ്മൾ മാരകസ്ഥാനങ്ങൾ എന്നാണ് പറയാറ്. അപ്പോൾ ശുക്രനെ പോലെ ഇത്ര സോഫ്റ്റ് ആയിട്ടുള്ള പ്ലാനറ്റ് എങ്ങനെ മാരകസ്ഥാനത്ത് വന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ശുക്രനെ കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഏത് ദശാവതാരങ്ങളിൽ ഏതാണെന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പരശുരാമനെ കൊണ്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ പരശുരാമനാണ് ഈ ക്ഷത്രിയ വംശത്തെ മുഴുവൻ ഒരു തവണയല്ല ഒരുപാട് തവണ ഉന്മൂലനം ചെയ്യുകയും നാമാവശേഷമാക്കുകയും ചെയ്ത്. അപ്പോൾ അത്രത്തോളം രക്തചൊരിച്ചിലുണ്ടാക്കിയ ഒരാളാണ് പരശുരാമൻ. പരശുരാമനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ശുക്രനെ കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ കാലപുരുഷൻ്റെ ഹൊറോസ്കോപ്പിൽ 2-നെയും 7-നെയും മാരകസ്ഥാനങ്ങളായിട്ട് പറയും. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശുക്രൻ്റെ ദശ വരുമ്പോൾ നമ്മൾ മൃത്യുഞ്ജയ മന്ത്രം, അതായത് മൃതസഞ്ജീവനി കണ്ടുപിടിച്ച ശുക്രനാണെന്ന് പറഞ്ഞു. അപ്പോൾ ഏത് പ്ലാനറ്റാണോ നിങ്ങളെ ബന്ധിക്കുന്നത് ആ പ്ലാനറ്റിനെ തന്നെ നിങ്ങളെ മോചിപ്പിക്കാനും പറ്റുള്ളൂ. അപ്പം ശുക്രൻ്റെ ദശ വരുമ്പോൾ ശുക്രനാണ് നിങ്ങളെ ബന്ധിക്കുന്നതെങ്കിൽ, ശുക്രൻ്റെ ദശ മാത്രമല്ല, നിങ്ങളുടെ 2-ാം ഭാവാധിപൻ്റെയോ 7-ാം ഭാവാധിപൻ്റെയോ ദശ വരുമ്പോൾ മൃതസഞ്ജീവനി മന്ത്രമായിട്ട്, നമുക്ക് മൃതസഞ്ജീവനി അറിയില്ല, അതുകൊണ്ട് മഹാമൃത്യുഞ്ജയ മന്ത്രം അത് ജപിക്കാൻ മറക്കരുത്. അതൊരു ശീലമാക്കുക. അത് ഈ സമയങ്ങളിൽ മാത്രമല്ല, ദശാസന്ധികളിൽ വരുമ്പോഴും മൃത്യുഞ്ജയം ജപിക്കാൻ മറക്കരുത്, മഹാമൃത്യുഞ്ജയം ജപിക്കാൻ മറക്കരുത്. അതൊരു ശീലമാക്കുന്നത് നല്ലതാണ്. അപ്പം ഈ മാരക ഭാവത്തിൻ്റെ ആ എഫക്റ്റിൽ നിന്ന് ഒരു റിലീഫ് കിട്ടാൻ